ഇന്ന് നമ്മൾ നോക്കാൻ പോവുക ഫിലിപ്പ് ബി ക്രോസ്ബി എന്ന് പറയുന്ന ക്വാളിറ്റി ഗുരുവിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. മീൻസ് ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ലെവൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്. ദെൻ ക്വാളിറ്റി ഈസ് ഫ്രീ, ക്വാളിറ്റി വിത്തൗട്ട് ടിയേഴ്സ് എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങളാണ്. ക്വാളിറ്റി ഈസ് ഫ്രീ ആൻഡ് സീറോ ഡിഫക്റ്റ്, ഈ രണ്ട് ആയിട്ടുള്ള മെയിൻ കൺസെപ്റ്റാണ് ഫിലിപ്പ് ബി ക്രോസ്ബിയുടെ. ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാകാം, എംപ്ലോയീസിന് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാകാം, എംപ്ലോയീസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാകാം, അതല്ലെങ്കിൽ പുതിയ പുതിയ ടൂൾസ്, ക്വാളിറ്റി കൺട്രോൾസ്, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതാകാം. അപ്പോൾ എന്നിരുന്നാലും അൾട്ടിമേറ്റ് ആയിട്ടത് ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും, അപ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഒന്നാണ്, ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് കസ്റ്റമർക്ക് കിട്ടുന്നു, കസ്റ്റമർ അതിൽ സാറ്റിസ്ഫൈഡ് ആകുന്നു. അപ്പോൾ ആ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് കസ്റ്റമറിൽ എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ കമ്പനി ചെയ്യുന്നു അതെല്ലാം ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ആ പ്രോഡക്റ്റിന് എന്താണോ മാനുഫാക്ചറിങ് കോസ്റ്റ് പ്ലസ് അഡീഷണലായിട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കമ്പനി എന്തൊക്കെ കോസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു അതൊക്കെയും കസ്റ്റമറിനെ സംബന്ധിച്ച് ഫ്രീ ആണ്. സോ ക്വാളിറ്റി ഈസ് ഫ്രീ. ഇതെല്ലാം ഫിലിപ്പ് ബി ക്രോസ്ബിയുടെ കോഡ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്രോസ്ബിയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഫസ്റ്റ് വൺ, 4 അബ്സല്യൂട്ട്സ് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ദെൻ ക്രോസ്ബീസ് 14 സ്റ്റെപ്സ്, സീറോ ഡിഫക്റ്റ്, ദ ക്വാളിറ്റി വാക്സിൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് നമ്മൾ 4 അബ്സല്യൂട്ട്സ് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോവുക. അതിൽ ഫസ്റ്റ് അബ്സല്യൂട്ട് എന്ന് പറയുന്നത് the definition of quality is conformance to requirements. ഇപ്പോൾ ഫസ്റ്റ് അബ്സല്യൂട്ട് പറയുന്ന കാര്യം എന്താണോ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് അത് കൺഫേം ചെയ്യുക, അത് മീറ്റ് ചെയ്യുക. ജുറാൻ പറഞ്ഞ പോലെ ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തുക, ആ ലെവലിൽ ഉള്ള പ്രോഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക. അപ്പോൾ അതാണ് കൺഫോർമൻസ് ടു റിക്വയർമെൻറ്റ്സ്. എന്താണോ റിക്വയർമെൻറ്റ്സ് ആ റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യുക. കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ, കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്താണോ അത് 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലേക്ക് പ്രോഡക്റ്റിനെ എത്തിക്കുക. ക്വാളിറ്റി മീൻസ് കൺഫോർമൻസ് ടു ദ റിക്വയർമെൻറ്റ്സ്. എന്താണോ കസ്റ്റമർക്ക് വേണ്ടത്, കസ്റ്റമർ ആഗ്രഹിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ആ റിക്വയർമെൻറ്റിനെ കൺഫേം ചെയ്യുക, മീറ്റ് ചെയ്യുക. എക്സാക്ട്ലി വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ്, എന്താണോ കസ്റ്റമറുടെ ആവശ്യം അത് കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം കമ്പനി ഡെലിവർ ചെയ്യേണ്ടത്. എ പ്രോഡക്റ്റ് ഈസ് എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഓൺലി വെൻ ഇറ്റ് കൺഫോർംസ് ടു ദ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്. കസ്റ്റമർ റിക്വയർമെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ടും ഫിറ്റ്നസ് ഫോർ യൂസ് ആക്കാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ള ഒന്നായി മാറൂ. സെക്കൻഡ് അബ്സല്യൂട്ട് പറയുന്നത് ദ സിസ്റ്റം ഓഫ് ക്വാളിറ്റി ഈസ് പ്രിവെൻഷൻ. ദാറ്റ് ഈസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ഡിറ്റക്ഷൻ. ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാകുന്നു എന്നതിനേക്കാളും നല്ലത് മുൻകൂട്ടി ആ ഫെയിലിയറിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ലുക്ക് അറ്റ് വാട്ട് ക്യാൻ ഗോ റോങ് ആൻഡ് ടേക്ക് പ്രിവെൻറ്റീവ് ആക്ഷൻസ്. ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ആ മെത്തേഡിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രോബ്ലം എറേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് മൂലം നഷ്ടം, ഫെയിലിയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെതിരെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. Preventive actions before the process begins to deal with the customer. ആ ഒരു പ്രോസസ്സ് അത് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. ദെൻ തേർഡ് അബ്സല്യൂട്ട് പറയുന്ന കാര്യം
ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഈസ് സീറോ ഡിഫക്റ്റ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ക്വാളിറ്റി, അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗോൾ അവർ സെറ്റ് ചെയ്ത് വെക്കും, ഒരു സ്റ്റാൻഡേർഡ് അവർ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ക്രോസ്ബിയെ സംബന്ധിച്ച് ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സീറോ ഡിഫക്റ്റ് ആയിരിക്കണം. മീൻസ് ഒരു കമ്പനി എത്ര പ്രോഡക്റ്റ് നിർമ്മിച്ചാലും അതിലൊരു ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് പോലും ഉണ്ടാകാൻ പാടില്ല. സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറണം. സോ ആ ലെവലിൽ ഓരോ പ്രോസസ്സും ഓരോ മെത്തേഡ്സും അത്രത്തോളം ക്വാളിറ്റി ഉള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. നത്തിങ് ലെസ് ദാൻ പെർഫെക്റ്റ് ക്വാളിറ്റി ഹാസ് ടു ബി ദ എയിം. എന്താണോ പെർഫെക്റ്റ് ക്വാളിറ്റി, ദാറ്റ് ഈസ് സീറോ ഡിഫക്റ്റ് എന്നതായിരിക്കണം നമ്മുടെ എയിം. അതിൽ കുറഞ്ഞതെല്ലാം പാടില്ല. സോ മേക്കിംഗ് സീറോ ഡിഫക്റ്റ് എ റിയാലിറ്റി. ക്രോസ്ബി തേർഡ് എപ്പിസോഡിൽ പറയുന്ന കാര്യം, സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതൊരു റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ മാക്സിമം വർക്ക് ചെയ്യുക. മീൻസ് പ്രോസസ്സും മെത്തേഡ്സും ഓരോ കമ്പനിയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ആ ഒരു സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തിക്കാൻ തക്ക കേപ്പബിലിറ്റിയിലേക്ക് ഓരോ പ്രോസസ്സിനെയും മെത്തേഡിനെയും മാറ്റുക. നോ റൂം ഫോർ ഇംപെർഫെക്ഷൻ, ദാറ്റ്സ് ക്ലോസ് എനഫ്. ഇംപെർഫെക്ഷൻ ആയിട്ടുള്ളൊരു സാധ്യതയില്ല. പക്ഷേ ഈ മേക്കിംഗ് എ സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ റിയാലിറ്റി ആയിട്ട് നോക്കുവാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളതും എന്ന് പറഞ്ഞാൽ ടാസ്ക് കൂടുതലുമായിട്ടുള്ള ഒന്നാണ്. ദെൻ ഫോർത്ത് അബ്സല്യൂട്ട്, മെഷർമെൻറ്റ് ഓഫ് ക്വാളിറ്റി ഈസ് ദ പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസ്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, ഒരു മെത്തേഡ്, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ നോൺ കൺഫോർമൻസിനെ ആശ്രയിച്ച് പറയാൻ പറ്റും. അപ്പോൾ പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് കസ്റ്റമറിനെ 100% സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലേക്ക് എത്താൻ എന്തൊക്കെ കോസ്റ്റ് ആവശ്യമേ വരുന്നോ, ദാറ്റ് ഈസ് കൺഫോർമൻസ്. കോസ്റ്റ് ഓഫ് കൺഫോർമൻസ് എന്ന് പറയും. കോസ്റ്റ് ഓഫ് നോൺ കൺഫോർമൻസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഫെയിലിയർ മൂലം ഉണ്ടാകുന്ന എല്ലാം കോസ്റ്റ് ഓഫ് നോൺ കൺഫോർമൻസ് ആണ്. മീൻസ് കസ്റ്റമറുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള രീതിയിൽ നടക്കാത്തതായ എല്ലാം, മീൻസ് ഫെയിലിയർ മൂലമോ റീവർക്ക് മൂലമോ അല്ലെങ്കിൽ വാറണ്ടി ഇഷ്യൂസ് മൂലമൊക്കെ നമുക്ക് കമ്പനിക്ക് നഷ്ടങ്ങളുണ്ടാകാം, ലോസസ് ഉണ്ടാകാം. അപ്പോൾ അതെല്ലാമാണ് നോൺ കൺഫോർമൻസ് ഈ കോസ്റ്റിൽ വിടുക. ഈ നോൺ കൺഫോർമൻസ് കോസ്റ്റ് കൂടുക മീൻസ് കമ്പനിയുടെ ക്വാളിറ്റി ലോ ആകുക, നഷ്ടപ്പെടുക. കാരണം ക്വാളിറ്റി കുറയുന്നിടത്താണ് ഈ നോൺ കൺഫോർമൻസ് കോസ്റ്റ് അല്ലെങ്കിൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുന്നത്. അപ്പോൾ ഫെയിലിയർ കോസ്റ്റ് കുറയുക മീൻസ് ക്വാളിറ്റി അതനുസരിച്ച് കൂടുക. അതായത് കമ്പനിയിലെ എറേഴ്സ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ റേറ്റ് കുറയുന്നു മീൻസ് കമ്പനിയിലെ ഓരോ കാര്യങ്ങളും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റും. സോ ഈ പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസിൻ്റെ ബേസിൽ നമുക്ക് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ദെൻ ക്രോസ്ബി പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസ് എന്നൊരാശയവും അതുപോലെ പ്രൈസ് ഓഫ് കൺഫോർമൻസ് എന്ന് പറയുന്ന ഒരാശയവും കൊണ്ടുവന്നു. അതിൽ പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസ് എന്ന് പറഞ്ഞാൽ ഓൾ the cost involved in not getting the product or service right. അതായത് കസ്റ്റമർ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും എത്തുന്നില്ല, അല്ലെങ്കിൽ അതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാവുന്നത് ഫെയിലിയർ കോസ്റ്റ്. അതായത് ഫെയിലിയർ മൂലം ഉണ്ടാകുന്ന കോസ്റ്റ്, ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസ്. ദെൻ അടുത്തതാണ് പ്രൈസ് ഓഫ് കൺഫോർമൻസ്. പ്രൈസ് ഓഫ് കൺഫോർമൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് കോസ്റ്റ് ടു ഡു തിങ്സ് റൈറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഫിറ്റ്നസ് ഫോർ യൂസ് ഉള്ള കാറ്റഗറിയിൽ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ 100% കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ ആകുന്ന കോസ്റ്റ്, ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് കൺഫോർമൻസ്. സോ ഈ പ്രൈസ് ഓഫ് കൺഫോർമൻസ്, നോൺ കൺഫോർമൻസ്
കൂടിയാൽ നമുക്ക് മനസ്സിലാകും ഫെയിലിയർ മൂലം ഉണ്ടാകുന്ന കോസ്റ്റ് കൂടുന്നു, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നു. മറിച്ച് പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസ് കുറയുവാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് ക്രോസ്ബിയുടെ കോൺട്രിബ്യൂഷനാണ് 14 സ്റ്റെപ്സ്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു TQM ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ആയിക്കോട്ടെ, എന്തായാലും ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. കാരണം നല്ല ഒരു ക്വാളിറ്റിയിലേക്ക് ഒരു പ്രോസസ്സ്, ഒരു സിസ്റ്റം ഫുള്ള് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റിയിലേക്ക് മാറണമെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇംപ്ലിമെൻ്റ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ കാര്യമാണ് ഇമ്പ്രൂവ് ചെയ്യുക, ഇന്നോവേറ്റ് ചെയ്യുക. ഇതെല്ലാം വേണമെങ്കിൽ അവിടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം, മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻറ്റ് വേണം, മാനേജ്മെൻറ്റിന് കമ്മിറ്റ്മെൻറ്റ് വേണം. അപ്പോൾ മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ അവിടെ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു അപ്രോച്ച് പോസിബിൾ ആവില്ല. മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് കമ്മിറ്റഡ് ടു ക്വാളിറ്റി. ഇപ്പോൾ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് മുന്നേറാൻ തക്ക രീതിയിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റഡ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എനഫ് എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് നിൽക്കുന്നത് എങ്കിൽ അവിടെ ടൈമിനനുസരിച്ച് ആ ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറാം. ദെൻ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ടീംസ്. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ ഘടകമാണ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ടീംസുകൾ രൂപീകരിക്കുക. ഈ ഓരോ ടീംസും ക്വാളിറ്റി ബെറ്റർ ആക്കുന്നതിനുള്ള മാർഗങ്ങൾ, അതുപോലെ തന്നെ ഗോള് സെറ്റ് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗോളുകൾ സെറ്റ് ചെയ്യുക, ഇതൊക്കെ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ടീംസ് അവർ ഡിസൈഡ് ചെയ്യണം, പ്രാവർത്തികമാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ടീമുകൾ ഒരു കമ്പനിയിൽ, ഒരു ഓർഗനൈസേഷനിൽ രൂപീകരിച്ചുകൊണ്ട് തന്നെ ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ കമ്പനിയുടെ സെറ്റ് ചെയ്ത ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ദെൻ മെഷർ പ്രോസസ്സ്. നമ്മളൊരു പ്രോസസ്സ് അത് ബെസ്റ്റ് ക്വാളിറ്റിയിലാണോ, അല്ലെങ്കിൽ എബോവ് ആവറേജ് ആണോ, ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ എന്ന് മെഷർ ചെയ്യണം. സോ അതിന് ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്താണോ റിസൾട്ട്, അല്ലെങ്കിൽ ഫെയിലിയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഫെയിലിയേഴ്സ് അല്ലാത്തതിൻ്റെയും, അല്ലെങ്കിൽ ഏറ്റവും ടാർഗറ്റ് വാല്യൂ എന്താണോ ആ ഒപ്റ്റിമം വാല്യൂവിലേക്ക് എത്തിയതിൻ്റെ ഒക്കെ ബേസിൽ വെച്ചുകൊണ്ട് ഒരു പ്രോസസ്സിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യണം. അപ്പോൾ അതിന് ഡേറ്റാസ് എടുക്കണം, സ്റ്റാറ്റിസ്റ്റിക്കലി അത് അനലൈസ് ചെയ്യണം. ദെൻ അതിൻ്റെ ബേസിലായിരിക്കണം ഒരു പ്രോസസ്സ് അതിൻ്റെ ലെവൽ, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് മെഷർ ചെയ്യുക. ദെൻ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ഇവാലുവേറ്റ് ദ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് യൂസ് ആസ് എ മാനേജ്മെൻറ്റ് ടൂൾ. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് ക്വാളിറ്റിയിൽ തന്നെ പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസും പ്രൈസ് ഓഫ് കൺഫോർമൻസും ഉണ്ട്. പ്രൈസ് ഓഫ് നോൺ കൺഫോർമൻസ് എന്ന് പറയുന്നതാണ് ഫെയിലിയർ കോസ്റ്റുകൾ. അപ്പോൾ ആ ഫെയിലിയർ കോസ്റ്റുകൾ മെഷർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്റ്റാറ്റസ് എങ്ങനെയാണ്. ഫെയിലിയർ കോസ്റ്റ് കൂടുതലാണെങ്കിൽ ക്വാളിറ്റി കുറവാണ്, ഫെയിലിയർ കോസ്റ്റ് കുറവാണെങ്കിൽ ക്വാളിറ്റി കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി അസസ് ചെയ്യുക. ദെൻ ഈ കാണുന്നെല്ലാം ഡിഫറെൻറ്റ് കോസ്റ്റുകളാണ്. സ്ക്രാപ്പ് മൂലം ഫെയിലിയർ കോസ്റ്റുകളാണ് ഈ കാണുന്നതെല്ലാം. സ്ക്രാപ്പ്, റീവർക്ക്, വാറണ്ടി, ഇതെല്ലാം ഫെയിലിയർ കോസ്റ്റുകളാണ്. അടുത്തത് ക്വാളിറ്റി അവെയർനെസ്. റേസ് ദ ക്വാളിറ്റി അവെയർനെസ് ആൻഡ് പേഴ്സണൽ കൺസേൺ ഓഫ് ഓൾ എംപ്ലോയീസ്. അപ്പോൾ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു കമ്പനി നീങ്ങുമ്പോൾ എല്ലാ എംപ്ലോയീസിനും ഒരു അവെയർനെസ് ഉണ്ടാവണം. ഇപ്പോൾ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ TQMൽ ഒരു അവെയർനെസ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ കമ്പനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളിലേക്ക് റൺ ചെയ്യാൻ നേരത്ത് അവിടെ ഓരോ എംപ്ലോയീസിനും ഒരു അവെയർനെസ് ബിൽഡ് ചെയ്യണം. എന്താണ് ഉദ്ദേശം, കമ്പനി എങ്ങോട്ട് നീങ്ങുന്നു, കമ്പനിയുടെ ഗോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്.
ദെൻ കറക്റ്റീവ് ആക്ഷൻ, പ്രോബ്ലംസ് റൈസ് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലംസിന് വേണ്ട കറക്റ്റീവായിട്ടുള്ള റെമഡീസ്, ആക്ഷൻസ് എടുക്കണം. ടേക്ക് ആക്ഷൻസ് ടു കറക്റ്റ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈഡ് ത്രൂ പ്രീവിയസ് സ്റ്റെപ്സ്. അപ്പോൾ ഒരു കമ്പനിയിൽ എറേസ്ഡ് ആവുന്ന പ്രോബ്ലംസ്, ഫെയിലിയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, പ്രിവെൻറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനെതിരെ ആക്ഷൻസ് എടുക്കണം. അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിൽ പെട്ടെന്ന് പ്രോബ്ലംസ് അറൈസ് ചെയ്യാം, ഫെയിലിയേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അതനുസരിച്ച് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസിലൂടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ദെൻ സീറോ ഡിഫക്റ്റ് പ്ലാനിങ്. സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് കമ്പനിയിൽ കൊണ്ടുകൊണ്ട് തന്നെ ഒരു അവയർനെസ് ബിൽഡ് ചെയ്യുക. കമ്പനിയിലുള്ള ഓരോ എംപ്ലോയീസിനും സീറോ ഡിഫക്റ്റിലാണ് നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്നത്. വേസ്റ്റ് എന്ന് പറയുന്നത് സീറോയിലേക്ക് എത്തിച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് റൺ ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു അവയർനെസ് ബിൽഡ് ചെയ്യാൻ ഒരു സീറോ ഡിഫക്റ്റ് പ്ലാനിങ്ങിലൂടെ സാധിക്കും. എസ്റ്റാബ്ലിഷ് എ സീറോ ഡിഫക്റ്റ് പ്രോഗ്രാം. ഇപ്പോൾ സീറോ ഡിഫക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ബിൽഡ് ചെയ്തുകൊണ്ട്, ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ കമ്പനിയിൽ നടക്കുന്ന ഓരോ പ്രോസസ്സും, ആ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു മെസ്സേജ് കിട്ടും. ഒരു അവയർനെസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്താണ് ഏറ്റവും ഡിഫക്റ്റ് എന്ന് പറയുന്നത് സീറോയിലേക്ക് എത്തിക്കുക. അപ്പോൾ ആ ഒരു ലെവലിൽ, ആ ഒരു ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. ദെൻ ട്രെയിൻ സൂപ്പർവൈസേഴ്സിനെയും മാനേജേഴ്സിനെയും എല്ലാം ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസിൽ റൺ ചെയ്യാൻ വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ തന്നെ നമ്മൾ 6C ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് അബാൻഡ്മെൻറ്റ് ഓഫ് ഓൾഡ് വേസ്. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന രീതി അല്ലെങ്കിൽ പഴയത് പെർഫോമൻസ് ഇല്ലാത്ത, ഫെയിലിയേഴ്സ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓൾഡ് വേസ്, അതിനെ റിജക്റ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ ഡെഡിക്കേഷൻ ടു കൾച്ചറൽ ചേഞ്ച്. പുതിയ മാറ്റം ടെക്നോളജിക്ക് അനുസരിച്ചാകാം, അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷൻസിനനുസരിച്ചുണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ, അത് കമ്പനിക്ക് ബെനിഫിറ്റ് ആണെങ്കിൽ അതനുസരിച്ച് പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ കൾച്ചർ കമ്പനിയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പം അത്തരത്തിൽ ക്വാളിറ്റി കൂട്ടുക. ദെൻ തേർഡ് പോയിന്റ് മെത്തഡോളജിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഇംപ്ലിമെൻറ്റേഷൻ. പുതിയ മെത്തഡോളജി, പുതിയ കൺസെപ്റ്റ്, അതുപോലെ തന്നെ പുതിയ സയൻറ്റിഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾ പ്രോസസ്സിലായിക്കോട്ടെ, മെത്തേഡ്സിലായിക്കോട്ടെ, കമ്പനിയിലെ ആക്ടിവിറ്റീസിലായിക്കോട്ടെ കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ ക്വാളിറ്റി റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുന്നു. ദെൻ കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സപ്ലയേഴ്സും കസ്റ്റമേഴ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതുപോലെ തന്നെ സപ്ലയറുമായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ വഴി സാധിക്കുന്നു. ദെൻ ഫിഫ്ത്ത് പോയിന്റ് എലിമിനേഷൻ ഓഫ് ഓൾ കോസസ് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ പ്രോബ്ലംസ് അറൈസ് ചെയ്യാം, അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക, ദെൻ അത് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അറൈസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രോബ്ലംസിനും കാരണങ്ങളും അതിനുള്ള റെമഡീസും കണ്ടെത്തി ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യുക. അപ്പോൾ അതിലൂടെ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ജനറേറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് പോയിന്റ് നെവർ എൻഡിങ് എഫോർട്ട് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ബാക്കിയുള്ള ക്വാളിറ്റി ഗുരുസ് പറയുന്ന പോലെ തന്നെ ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രമുള്ളത് അല്ല. ദെൻ നയൻത് പോയിൻ്റാണ് സീറോ ഡിഫക്റ്റ് ഡേ. ഒരു സീറോ ഡിഫക്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ കമ്പനിയിൽ വെക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ, അപ്പോൾ അതിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലും എംപ്ലോയീസിനെല്ലാം ഒരു അവയർനെസ് കിട്ടും. കമ്പനി സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അവയർനെസ് അത് എല്ലാവർക്കും കിട്ടാൻ ഈ ഒരു ദിവസം ഹെൽപ്ഫുള്ളാണ്. ദെൻ എസ്റ്റാബ്ലിഷ് ഇംപ്രൂവ്മെൻറ്റ് ഗോൾസ്. ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഗോളുകൾ, ഏതൊക്കെ രീതിയിൽ കമ്പനിക്ക് ഒരു പടി ഉയരാം, അപ്പോൾ അതിന് വേണ്ട
എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്യണം, നാളെ ചെയ്യണം എന്നുള്ളതൊക്കെ ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. ദെൻ 11th പോയിന്റ് നമ്മൾ ഡെമിങ് പറഞ്ഞ പോലെ റിമൂവ് ഫിയർ. എൻകറേജ് എംപ്ലോയീസ് ടു ടെൽ മാനേജ്മെൻറ്റ് അബൌട്ട് ഒബ്സ്റ്റക്കിൾസ് ടു ഇംപ്രൂവിങ് ക്വാളിറ്റി. ഇപ്പോൾ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഉള്ളിലുള്ള ഫിയർ അത് മാറ്റിയിട്ട് ഫ്രീ ആയിട്ട് സുപ്പീരിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കമ്പനി എങ്ങനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം, കമ്പനിയിലെ ഓരോ പ്രോസസ്സ്, മെത്തേഡ്സ്, പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് സജഷൻസ് എംപ്ലോയീസിൻ്റെ ലെവലിൽ നിന്ന് എത്താൻ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഫിയറിനെ റിമൂവ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പെർമനൻറ്റ് റിമൂവൽ ഓഫ് ദ കോസസ് ഓഫ് എറർ റിക്വയർസ് എ ടീം എഫോർട്ട്. ഇപ്പോൾ ഒരു ടീം എഫോർട്ടിലൂടെ മാത്രമാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് പോസിബിൾ ആകത്തുള്ളൂ. അപ്പം അങ്ങനെ വരണമെങ്കിൽ അവിടെ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇൻവോൾവ്മെൻറ്റ് വേണമെങ്കിൽ ഒരു ഫിയർ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കണം. ദെൻ 12th വൺ റെക്കഗ്നീഷൻ. നമ്മൾ നേരത്തെ അത് ഡെമിങ് പോയിന്റ് പറഞ്ഞതാണ്. റെക്കഗ്നൈസ് ആൻഡ് അപ്രീഷിയേറ്റ് ഓൾ ദോസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം. ഇപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ് TQM എന്ന് പറയുന്നൊരു മെത്തഡോളജിയാണ് ഒരു കമ്പനിയിൽ സ്വീകരിച്ചത്. അപ്പോൾ അതനുസരിച്ച് വർക്ക് ചെയ്ത് പോകുന്നു. അങ്ങനെയെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യണം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് എംപ്ലോയീസിന് ഒരു മോട്ടിവേഷനാണ്. ദെൻ 3rd വൺ ക്വാളിറ്റി കൗൺസിൽസ്. ക്വാളിറ്റി കൗൺസിൽ ഒരു ഗ്രൂപ്പാണ്, ഒരു കമ്പനിയിലുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെമ്പേഴ്സ് ചേർന്നിട്ടുള്ള രൂപീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ മെയിൻ ഉദ്ദേശം ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിനുള്ള മാർഗങ്ങൾ, ക്വാളിറ്റി എങ്ങനെ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം തുടങ്ങിയ ഒരുപാട് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വർക്ക്സ് ആണ് ഈ ക്വാളിറ്റി കൗൺസിലിൻ്റെ മെയിനായിട്ടുള്ള എയിം. ദീസ് ക്വാളിറ്റി കൗൺസിൽ ഡിഫൈൻ ദ മിഷൻ, വിഷൻ ആൻഡ് വാല്യൂസ്. കമ്പനിയുടെ വിഷൻ എന്താണ്, കമ്പനിയുടെ മിഷൻ എന്താണ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണ്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതെല്ലാം ഈ ക്വാളിറ്റി കൗൺസിൽ, അതുപോലെ തന്നെ ക്വാളിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതെല്ലാം ഇത്തരത്തിലുള്ള ക്വാളിറ്റി കൗൺസിൽ ടീം വഴി അത് കറക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. ദെൻ 14th പോയിന്റ് എന്ന് പറയുന്നതാണ് റിപ്പീറ്റ് ദ സൈക്കിൾ. അപ്പോൾ നമ്മൾ ഇതുവരെ ഓരോ ക്വാളിറ്റി ഗുരൂസും പറയുന്ന അതേ കാര്യം തന്നെ, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാതെ ടൈമിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. Do it all over again to emphasize that the quality improvement process never ends. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പീരീഡിലേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നിർത്തേണ്ടതോ ആയിട്ടുള്ള ഒന്നല്ല. അത് നെവർ എൻഡിങ് പ്രോസസ്സാണ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഹാസ് ടു ബിക്കം ദ കൾച്ചർ ഓഫ് എ കമ്പനി. ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ നല്ലൊരു കൾച്ചർ, ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അത് കമ്പനിയുടെ ഭാഗമായിട്ട് റൺ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കൺസെപ്റ്റ്, ക്രോസ്ബിയുടെ. ഇറ്റ് ഈസ് എ പെർഫോമൻസ് മെത്തേഡ് and standard that states that people should commit themselves to closely monitoring details and avoid errors. ഇപ്പോൾ സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതിലേക്ക് എത്തുക മീൻസ് എറർ ഫ്രീ ആയിട്ടുള്ള രീതിയിലേക്ക് പ്രോസസ്സും മെത്തേഡ്സും എല്ലാം ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റിയിലേക്ക് എത്തുക. ദെൻ 4th പോയിന്റ് ആണ് ക്വാളിറ്റി വാക്സിൻ. ഫസ്റ്റ് വൺ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ അത് ക്വാളിറ്റി മസ്റ്റ് ബി ടേക്കൺ സീരിയസ്ലി ത്രൂ ഔട്ട് ദ എൻറ്റയർ ഓർഗനൈസേഷൻ ഫ്രം ഹയസ്റ്റ് ലെവൽ ടു ദ ലോവസ്റ്റ് ലെവൽ. അപ്പോൾ ക്വാളിറ്റി
ഇമ്പ്രൂവ് ചെയ്യണം, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ നീഡ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ അവയർനെസ് ടോപ്പ് മാനേജ്മെൻറ്റ് മുതൽ ബോട്ടം ലെവൽ വരെയുള്ളവർ അറിഞ്ഞിരിക്കണം. ദെൻ അതനുസരിച്ച് അത് അവർ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഫ്യൂച്ചർ, ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ജഡ്ജ് ബൈ ദ ക്വാളിറ്റി ഇറ്റ് ഡെലിവേഴ്സ്. അവർ ഡെലിവർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതിൻ്റെ ക്വാളിറ്റിയെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് എല്ലാവരും വർക്ക് ചെയ്യുക. സെക്കൻഡ് വൺ, സിസ്റ്റംസ്. The right measures and systems are necessary for quality, cost, performance, education, improvement. ഇപ്പോൾ ക്വാളിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്മെൻറ്റ്, ക്വാളിറ്റി കൺട്രോൾസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ റിട്ടൻഷൻ തുടങ്ങി എന്തൊക്കെയാണോ ഒരു കമ്പനിയും കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിനെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യുക, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഇപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റമർ സജഷൻസ് എന്തൊക്കെയാണ്, അത് കറക്റ്റായിട്ട് മെഷർ ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ പ്രോസസ്സ്, ആ പ്രോസസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെ, അതിൻ്റെ ക്വാളിറ്റി ലെവൽ എങ്ങനെ എന്നുള്ളത് റൈറ്റായിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. ദെൻ അതിനനുസരിച്ച് പ്രോസസ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഒരു സിസ്റ്റം, ആ സിസ്റ്റം പൂർണ്ണമായും പഠിക്കുക, ദെൻ അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ കണ്ടെത്തുക, ഇമ്പ്രൂവ് ചെയ്യുക. ഓൾഡ് വേസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് അല്ല എങ്കിൽ ന്യൂ വേസ് കണ്ടെത്തുക, ദെൻ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ കമ്മ്യൂണിക്കേഷൻ. It is required to communicate the specification, requirements and improvement opportunities of the organization. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻറ്റേർണൽ ആകാം, എക്സ്റ്റേണൽ ആകാം. എക്സ്റ്റേണൽ കസ്റ്റമറുമായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മൂലം പുതിയ പ്രോഡക്റ്റ്, കസ്റ്റമറുടെ ആവശ്യങ്ങൾ, കസ്റ്റമർക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം തുടങ്ങി കസ്റ്റമറിനെ കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ബിൽഡ് ചെയ്യാൻ സാധിക്കുമ്പോൾ അത് ടോപ്പ് ലെവലും ബോട്ടം ലെവലുകളും തമ്മിലും പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വഴി കമ്പനിക്ക് അത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്ഫുള്ളാകും. ദെൻ സപ്ലൈസുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മൂലം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാനും സാധിക്കും. ദെൻ ഓപ്പറേഷൻസ്, എ കൾച്ചർ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു കൾച്ചറാക്കി മാറ്റുക, അതിനു വേണ്ട പ്രോഗ്രാംസ്, അതിനു വേണ്ട ആക്ടിവിറ്റീസ് അതെല്ലാം ചെയ്യുക. ദെൻ പോളിസീസ്. പോളിസീസ് ദാറ്റ് ആർ ഇംപ്ലിമെൻറ്റഡ് ഷുഡ് ബി കൺസിസ്റ്റൻ്റ് ആൻഡ് ക്ലിയർ. കമ്പനി പോളിസികൾ ഇറക്കുക, ആ പോളിസിയിൽ ക്വാളിറ്റിയാണ് എയിം. കമ്പനിയുടെ ഗോൾ എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒന്നിലേക്ക് എത്തുക എന്നുള്ളത് പ്രോപ്പറായിട്ട് ക്ലിയറായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കസ്റ്റമറിന് ഒരു അവയർനെസ് ഉണ്ടാക്കുക, എംപ്ലോയീസിന് ഒരു അവയർനെസ് ഉണ്ടാക്കുക. ബെസ്റ്റ് ക്വാളിറ്റിയിലാണ്, സീറോ ഡിഫക്റ്റാണ് ഒരു കമ്പനിയുടെ ലക്ഷ്യം എന്നുള്ളത്. ദെൻ നമ്മൾ 3 ക്വാളിറ്റി ഗുരുസിനെ കണ്ടു, ഡെമിങ്, ജിറാൻ, ഫിലിപ്പ് ബി ക്രോസ്ബി. 3 പേരെയും സംബന്ധിച്ചും 3 രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ അവരുടെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരൊറ്റ പോയിൻ്റാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുക, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുക, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകും, അൾട്ടിമേറ്റ് ആയിട്ടും കമ്പനിയിൽ പ്രോഫിറ്റും വരും. അപ്പോൾ മാക്സിമം കമ്പനിയിലുള്ള ഓരോ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലേക്ക് മാറ്റുക. അപ്പോൾ അതിനുള്ള ആശയങ്ങൾ, കൺസെപ്റ്റാണ് 3 ക്വാളിറ്റി ഗുരുസും ഷെയർ ചെയ്യുന്നത്. അതിൽ ഡെമിങ് ക്വാളിറ്റി ഈസ് എ കണ്ടിന്യൂസ് നെവർ എൻഡിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു. ജിറാൻ അതിനെ ഫിറ്റ്നസ് ഫോർ യൂസ് എന്ന കാറ്റഗറിയിലേക്ക് പെടുത്തി. ഫിലിപ്പ് ബി ക്രോസ്ബി അതിനെ കൺഫോർമൻസ് ടു റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേരുടെയും ആശയങ്ങളും കൺസെപ്റ്റും സെയിമാണ്. അത് എയിം ചെയ്യുന്നത് ഒരൊറ്റ കാര്യം, ക്വാളിറ്റി, ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒന്നിലേക്ക് അച്ചീവ് ചെയ്യുക.
ദെൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതിൻ്റെ എവല്യൂഷൻ എന്താണ്, ദെൻ ക്വാളിറ്റി കൺട്രോൾ ടൂൾസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.